മലപ്പുറം ജില്ലയുടെ പ്രധാനപ്പെട്ടതും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻതോട്ടവുമുള്ള പട്ടണമാണ് നിലമ്പൂർ. നവകേരളം നവമുന്നേറ്റത്തിൽ നാടുകാണി ചുരത്തിന് ഇപ്പുറമുള്ള വിശേഷങ്ങൾ കാണാം. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതുമായ നിലമ്പൂർ തേക്കിൻ തോട്ടവും തേക്ക് മ്യൂസിയവും കാരണം ലോകശ്രദ്ധ ക്ഷണിക്കുന്ന പ്രദേശമാണ്. നീലഗിരി മലനിരകൾ അതിരുകാക്കുന്ന നിലമ്പൂർ ചാലിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയിൽ അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മുത്തേടം, പോത്തുകൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. 1987 മുതൽ 2011 വരെ ആര്യാടൻ മുഹമ്മദ് പ്രതിനിധീകരിച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ 2025 ജനുവരി 13 വരെ PV അൻവറായിരുന്നു നിയമസഭാ സാമാജികൻ. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 8-9 വർഷക്കാലത്തെ ഭരണം പരിശോധിക്കുമ്പോൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. എടുത്തു പറയത്തക്ക ഒട്ടേറെ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒന്ന്, സാധാരണക്കാർ കടന്നു വരുന്ന ആശുപത്രികൾ, സർക്കാർ വിദ്യാലയങ്ങൾ. ഇത് രണ്ടും ഇന്ന് കാണുമ്പോൾ 2016 നിന്നും വ്യത്യസ്തമായി ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യ മേഖലയിൽ സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ കാത്ത് ലാബിന് വേണ്ടി 5 കോടി രൂപ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. കുട്ടികളുടെയും അമ്മമാരുടെയും ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വികസന മുന്നേറ്റങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ പ്രത്യക്ഷ കാഴ്ചകൾ ഒരുക്കുന്നത് ബഹുമുഖ മേഖലകളിലാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടുന്ന വിഭാഗമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നാൽ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും ഇന്ന് ഹൈടെക് നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട്. എടുത്തു പറയത്തക്കത് ഗവൺമെൻറ് മാനവേദൻ ഹൈസ്കൂളാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ 1 എന്ന രീതിയിൽ ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് ഗവൺമെൻറ് മാനവേദൻ ഹൈസ്കൂളിൻ്റെ പ്രവർത്തനം വിപുലപ്പെട്ടിട്ടുണ്ട്. ഹൈടെക് ക്ലാസ് മുറികളും ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള ഗ്രൗണ്ടും ഇതിൻ്റെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും 1 കോടി, 3 കോടി, 5 കോടി എന്ന രീതിയിൽ വികസനത്തിന് വേണ്ടി ഫണ്ട് കൊടുക്കുകയും സർക്കാർ സ്കൂളുകൾ ഇന്ന് ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സാധാരണക്കാരുടെ മക്കൾക്ക് ഇൻ്റർനെറ്റും പ്രൊജക്ടറും സ്ലൈഡുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് മുറികൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകത. നിലമ്പൂർ എരഞ്ഞിമങ്ങാട് GUP സ്കൂൾ, ഗവൺമെന്റ് ഹൈസ്കൂൾ മുണ്ടേരി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എടക്കര, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുത്തേടത്ത്,
ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂക്കോട്ടുപാടം. ഗവൺമെന്റ് മാനവേദൻ നിലമ്പൂർ. കുറുമ്പാലങ്ങോട് GUPS. IGM MRS നിലമ്പൂർ. നിലമ്പൂർ GMLP സ്കൂൾ. പഴയ കടക്കൽ GUP സ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും ഉന്നത നിലവാരവും നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന ചിത്രങ്ങളിൽ തെളിഞ്ഞു കാണാം. കേരളത്തിലെ അതിവേഗം വളർന്നു വരുന്ന മധ്യവർഗമാണ് കേരളത്തിൽ. അവരുടെ യാത്രാ ക്ലേശത്തിന് പരിഹാരം കാണാൻ എല്ലാ റോഡുകളും ഇന്ന് ഹൈടെക് നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട്. BM and BC നിലവാരത്തിലാണ് നിലമ്പൂരിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും. മലയോര ഹൈവേ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലമ്പൂർ ടൗണിൻ്റെ വികസനം, ഊരാക്കൊടുക്കൽ കടന്ന നിലമ്പൂർ ടൗണ് ഇപ്പോൾ 5 കോടി റുപ്യ മുടക്കിക്കൊണ്ട് ടൗൺ വികസനവും സൗന്ദര്യവൽക്കരണവും പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ നടത്തിയിട്ടുണ്ട്. പാലങ്ങളെടുത്ത് പരിശോധിച്ചാൽ വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൃക്കൈക്കുത്ത് പാലം അത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. മുട്ടിക്കടവ് പാലം, അതുപോലെ തന്നെ എടക്കര പാലം തുടങ്ങി യാത്രാ ക്ലേശം പരിഹരിക്കാൻ പാകത്തിൽ തകർന്നു തരിപ്പണമായ എല്ലാ പാലങ്ങളും ഇന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് യാത്രാ ക്ലേശം കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് പരിശോധിച്ചാൽ ആ രീതിയിലും നിലമ്പൂരിനെ എടുത്തു പറയത്തക്ക ഒട്ടേറെ വികസനമുണ്ട്. ഇപ്പോൾ ബൈപ്പാസ് ഒരു 10-25 വർഷക്കാലമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന അവസ്ഥയിൽ. പക്ഷേ 2016 ശേഷം ബൈപ്പാസിൻ്റെ പണി അതിവേഗത്തിൽ വരികയും ഇപ്പോൾ പകുതിയിലധികം പൂർത്തീകരിച്ച് അതിൻ്റെ അവസാന റീച്ചിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ സംസാരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 2016 ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 ടേമായി ഈ മണ്ഡലത്തിൽ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു രക്തചുരുക്കമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വിനോദസഞ്ചാരികളുടെ ഇഷ്ടഭൂപ്രദേശമായ നിലമ്പൂരിൽ എണ്ണമറ്റ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. സമഗ്രമായ വികസന കാഴ്ചപ്പാടുകളോടെ വൈവിധ്യമാർന്ന പദ്ധതി ആവിഷ്കാരങ്ങളിൽ മുന്നോട്ടു കുതിക്കുന്ന നിലമ്പൂർ മണ്ഡലം നാൾക്കുനാൾ ഉന്നതിയിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു. നവകേരളം നവമുന്നേറ്റം നിലമ്പൂരിലൂടെയും സാക്ഷാത്കരിക്കുകയാണ് സംസ്ഥാന സർക്കാർ.
നവകേരളം നവമുന്നേറ്റത്തിൽ ഇനി മലപ്പുറം ജില്ലയിലെ വേങ്ങര നിയമസഭാ മണ്ഡലമാണ് പരിചയപ്പെടാൻ പോകുന്നത്. കൊണ്ടോട്ടി, ചെമ്മാട്, മലപ്പുറം, കോട്ടയ്ക്കൽ എന്നീ പ്രദേശങ്ങൾക്ക് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന വേങ്ങരയുടെ വികസന കാഴ്ചകളിലേക്ക്. കേരള രാഷ്ട്രീയത്തിൽ വേങ്ങര എന്ന നാമം ഏറെ പ്രാധാന്യമുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിലെ വേങ്ങര, കണ്ണമംഗലം, AR നഗർ, ഊരകം, പറപ്പൂർ, ഒതുക്കുങ്ങൽ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് വേങ്ങര നിയമസഭാ മണ്ഡലം. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ മുൻ വ്യവസായ മന്ത്രിയും നിലവിൽ പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടിയാണ് വേങ്ങര നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗം. വികസന മുന്നേറ്റങ്ങളിൽ സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളുമായി പോരാട്ട വീര്യം കാഴ്ചവയ്ക്കുന്ന മലപ്പുറത്തിന്റെ നാടിയായ വേങ്ങര മണ്ഡലത്തിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. വിദ്യാഭ്യാസ, ആരോഗ്യ, ഗതാഗത, വാണിജ്യ, സാംസ്കാരിക, കലാ, കായിക മേഖലകളിൽ വേങ്ങര ശ്ലാഘനീയമായ ചുവടുകളാണ് വയ്ക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വേങ്ങര നിയോജകമണ്ഡലത്തിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF തിരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. ഇന്ന് UDFൻ്റെ മണ്ഡലമാണ് എന്നതുകൊണ്ട് യാതൊരുവിധ വികസന തടസ്സങ്ങളും നമ്മളെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. MLAയും അതുപോലെ ബഹുജനങ്ങളും ആവശ്യപ്പെടുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കഴിഞ്ഞ 4 കൊല്ലക്കാലത്തിനിടയിൽ അനുമതിയായിട്ടുണ്ട്. ചിലത് പൂർത്തിയായിട്ടുണ്ട്, ചിലത് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡിനെ സംബന്ധിച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളതെന്ന് മിനി ഊട്ടി പൂളാഫീസിൽ തുടങ്ങുന്ന റോഡ് ഏതാണ്ട് 12 കോടി രൂപയാണ് അതിനു വേണ്ടി നീക്കിവെച്ച് വർക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ കാരാതോടിൽ നിന്ന് പുള്ളിക്കൽ വഴി പോകുന്ന മറ്റൊരു റോഡ് റബ്ബറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീക്കിവെച്ചു. കുളപ്പുറം മുതൽ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിൻ്റെ നവീകരണത്തിന് ഫണ്ട് നീക്കിവെച്ചു. കുഴിപ്പുറത്ത് നിന്ന് കോട്ടയ്ക്കലേക്ക് പോകുന്ന റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി ഫണ്ട് നീക്കിവെച്ചു. പൂർത്തിയായി, അതിന് പ്രവർത്തനം പൂർത്തിയായതാണ്. ഈ ഇരിങ്ങല്ലൂരിൽ നിന്ന് കുഴിപ്പുറം വഴി ഒതുക്കുങ്ങൽ പോകുന്ന മേഖലയിൽ പുഴയോരത്ത് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് ഏതാണ്ട് 2 കോടിയോളം രൂപ മുടക്കിയിട്ടാണ് റോഡ് ഉയർത്തി നവീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം പൂർത്തിയായി. വേങ്ങരയിൽ നിന്ന് ഹൈവേയിലേക്ക് NHലേക്ക് കയറാനുള്ള എളുപ്പമാർഗ്ഗമാണ് ചങ്കുവെട്ടി വേങ്ങര റോഡ്. അവിടെ ഇതുപോലെ തന്നെ വർഷക്കാലത്ത് ചളി കെട്ടി വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശത്ത് ഇൻ്റർലോക്ക് ഇടുന്നതിനോട് PW മുഖാന്തരമുള്ള ഫണ്ട് കൊടുത്ത അത്രയും. അപ്പോൾ റോഡുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കുറേ പ്രധാനപ്പെട്ട വർക്കുകൾ നടന്നിട്ടുണ്ട്. സജീവമായി കാണുന്ന വേങ്ങരയിലെ പൊതുനിരത്തുകൾ സംസ്ഥാന സർക്കാരിൻ്റെ കർമ്മ പദ്ധതികളുടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും കെട്ടുറപ്പിൽ വികസന പെരുമയോടെ വികസന പാതകൾ തുറന്നിടുകയാണ്. മറ്റൊന്ന് പ്രധാനമായും വന്നിട്ടുള്ള സ്കൂളുകൾ നവീകരിക്കലാണ്. വേങ്ങര ബോയ്സ് ഹൈസ്കൂൾ 5 കോടി രൂപയാണ് നൽകിയത്. ഞാൻ എമൗണ്ട് പറയുന്നില്ല. വേങ്ങര ടൗൺ ഗേൾസ് സ്കൂൾ എന്നാണ് സാധാരണ പറയാറുള്ളത്. ടൗൺ സ്കൂള് ഇപ്പോൾ ജനറൽ സ്കൂളാണ്, അതിന് നീക്കിവെച്ചു. കുറുക ഹൈസ്കൂൾ വലിയോറ ചെനക്കൽ, അതിനിപ്പോൾ നേരത്തെ 3 കോടി അനുവദിച്ചു. ഇപ്പോൾ അത് ഒന്ന് ഫണ്ട് റിവേഴ്സ് ചെയ്ത് 3.95 ഏതാണ്ട് അംഗീകാരമായിട്ടുണ്ട്. അതുപോലെ ഊരകം പഞ്ചായത്തിൽ കാരാത്തോട് LP, ഊരകം പഞ്ചായത്തിൽ തന്നെ കിഴിമുറി LP സ്കൂള്, AR നഗർ പഞ്ചായത്തിലെ പുകയൂർ LP സ്കൂള്, ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ LP സ്കൂള്, ഒതുക്കുങ്ങൽ ടൗണിലെ ഹൈസ്കൂള്, മുണ്ടോത്തുപറമ്പിലെ UP സ്കൂള്,
പറപ്പൂർ പഞ്ചായത്തിൽ ചോലക്കുണ്ട് LP സ്കൂൾ തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾക്ക് 5 മുതൽ 1.25 കോടി മുതൽ 5 കോടി വരെയുള്ള ഫണ്ട് അനുവദിക്കുകയും ചിലതൊക്കെ പ്രവർത്തനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. വേങ്ങര ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. മുണ്ടോത്തുപറമ്പ് ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ. പുതുക്കങ്ങൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. വേങ്ങര ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെയുള്ള സർക്കാർ വിദ്യാലയങ്ങൾ കാലാനുസൃതമായ ഉന്നത നിലവാരത്തോടെ നിലകൊള്ളുന്നത് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വികസന പ്രവർത്തനങ്ങളെയാണ് പ്രകടമാക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ BRC കേന്ദ്രത്തിൽ BSCയുടെ കോമ്പൗണ്ടിൽ ഈ ഒട്ടിസം ജില്ലയിൽ തന്നെ ഒരു കേന്ദ്രമാണ്. ഒട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പരിശീലനവും കാര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വലിയ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒട്ടിസം സെൻറ്റർ അത് വേങ്ങരയിൽ പണി പൂർത്തിയായിട്ടുണ്ട്. ഔദ്യോഗികമായി ഉദ്ഘാടനം കഴിഞ്ഞില്ല, പക്ഷേ പണി പൂർത്തിയായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ മണ്ഡലത്തിലെ ഒതുക്കുങ്ങൽ PHCക്ക് 2 തസ്തിക അനുവദിച്ചു. അത് ഒരു വലിയ കാര്യങ്ങളാണൊന്ന്. മറ്റൊന്ന്, ഈ കുന്നുംപുറമുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കോമ്പൗണ്ടിൽ കുടിവെള്ള പദ്ധതി ആരംഭിച്ചു. കാലാകാലങ്ങളായി നമ്മുടെ വേങ്ങരക്കാരുടെ ആവശ്യമായിരുന്നു ഫയർ സ്റ്റേഷൻ വേങ്ങരയിൽ. അപ്പോൾ നേരത്തെ മുൻ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കുന്നുംപുറം PHCയോട് ചേർന്നതാണ് സ്ഥലമെടുത്തത്. അപ്പോൾ നാട്ടുകാർ വലിയ പ്രക്ഷോഭം ഉയർന്നതാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയുടെ വികസനത്തിൽ തടസ്സമാകും. അതുകൊണ്ട് അതിന് പൊതുസ്ഥലം കണ്ടെത്താൻ വേണ്ടി ഉയർന്നു വന്നിരുന്നു. പാർട്ടിയുടെയൊക്കെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് PWയുടെ കൈവശമുള്ള സ്ഥലം ഇപ്പോൾ സർക്കാർ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കുളപ്പുറത്ത് അനുമതിയായിട്ടുണ്ട്. നല്ലൊരു ഈ പ്രദേശത്ത് മഞ്ചേരിയാണ് മറ്റൊരു ഫയർ സ്റ്റേഷൻ, മലപ്പുറം മുണ്ടോർമ്പാണുള്ളത്. അപ്പോൾ ഈ പ്രദേശത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് അതൊന്നുള്ളത്. അപ്പോൾ ഇത്രയും. മറ്റൊന്ന്, വേങ്ങരയിലെ ടൗണിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ തന്നെ 20 കോടി രൂപയാണ് നീക്കിവെച്ചത്. അതിൻ്റെ സർവേ, മണ്ണ് പരിശോധന സർവേയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ മണ്ഡലത്തിലേക്ക് വേണ്ടത് ഈ കടലുണ്ടിപ്പുഴ മണ്ഡലത്തെ നടുവിൽ കൂടിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേങ്ങരയെ സംബന്ധിച്ചിടത്തോളം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ സ്ഥിരമായി കുടിവെള്ള പ്രശ്നം പല മേഖലയിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പരിഹാരം കാണാനാവശ്യമായിട്ടുള്ള രൂപത്തിലേക്കുള്ള കടലുണ്ടിപ്പുഴയിലെ വെള്ളമടക്കം ഉപയോഗിക്കാവുന്ന വമ്പൻ പ്രൊജക്റ്റുകളാണ് ഇനി നമുക്ക് വേണ്ടത് വേങ്ങരയെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് പ്രധാനമായി വേങ്ങര പ്രദേശത്ത് വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടയിൽ, ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള
വികസനം സംബന്ധിച്ചുള്ള ഏതാണ്ടൊരു രൂപമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചരിത്രശേഷിപ്പുകളും വർത്തമാനകാല സാഹചര്യങ്ങളും കേരള ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വേങ്ങര ഭൂപ്രദേശവും നിയമസഭാ മണ്ഡലവും പുത്തൻ വികസന നാമ്പുകൾക്കു കൂടി ഇടമൊരുക്കി മുന്നേറുകയാണ്. നവകേരള നവമുന്നേറ്റത്തിൽ വേങ്ങര നിയമസഭാ മണ്ഡലവും സർവസജ്ജമായി അണിനിരക്കുന്നു. നവകേരളം നവമുന്നേറ്റത്തിൽ വേങ്ങര നിയമസഭാ മണ്ഡലവും വികസന പെരുമയുടെ പാതകൾ തുറന്നിടുകയാണ്.